വീണ്ടും വിജയരാഘവൻ CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്നതാണ് രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ. സ്മൃതി, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. പാണക്കാട് തങ്ങളുടെ വീട്ടിൽ രമ്യ ഹരിദാസ് സന്ദർശനം നടത്തി തിരിച്ചു വന്നപ്പോൾ അന്ന് ആലത്തൂരിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലടക്കം വിജയരാഘവൻ നടത്തിയ വാവിട്ട ഈ വാക്കുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വായാടിത്തമാണോ? ഇത് വായാടിത്തം തന്നെയാണ്. പക്ഷേ മുൻപ് ഇത് CPM ഇതിനെ വായാടിത്തമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അത് കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് CPM നിലപാടായി തന്നെ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. കാരണം ഇത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല. വിജയരാഘവൻ നടത്തിയിരിക്കുന്ന വിവാദ പ്രസ്താവനകൾ എപ്പോഴും അപ്പുറത്ത് ഒരു മുസ്ലിം ന്യൂനപക്ഷ പ്രതിനിധി ഉണ്ടാകും. അത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളായി വന്നിട്ടുള്ളതാണ്. 2011 അദ്ദേഹം പറഞ്ഞൊരു വാചകം, പാണക്കാട് തങ്ങൾ വടക്കോട്ട് പോയാൽ കലാപം ഉറപ്പാണ്. അതിനുദാഹരണമാണ് കാസർഗോഡ് കലാപം. കുഞ്ഞാലിക്കുട്ടി തീവ്രവാദ ബന്ധമുള്ളവർക്ക് ലീഗിൽ അംഗത്വം നൽകുന്നു. ഇത് അദ്ദേഹം പറഞ്ഞത് 2011 2021 ന്യൂനപക്ഷ വർഗീയത അല്പം കൂടുതൽ തീവ്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൽ അദ്ദേഹത്തെ ശാസിച്ചു. അതിനുശേഷം അദ്ദേഹം ആ പ്രസ്താവന തിരുത്തുന്നു. മലപ്പുറത്ത് ദേശീയപാത വിരുദ്ധ സമരം നടത്തുന്നത് തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം പാണക്കാട്ട് പോയത് മതമൗലികവാദ മതാധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടുകെട്ട് ശക്തമാക്കാനാണ് എന്നാണ് 2021 അദ്ദേഹം പറഞ്ഞത്. അതായത് ഉമ്മൻചാണ്ടിയൊക്കെ സ്ഥിരമായി പാണക്കാട് പോകുന്നത് തീവ്രവാദ നിലപാടായിട്ടാണ് അദ്ദേഹം കാണുന്നത്. പിന്നീട് നമ്മൾ രമ്യ ഹരിദാസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അത് അവിടെ രമ്യയ്ക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി ആ പെൺകുട്ടിയുടെ കാര്യം എന്താകുമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എല്ലാവരും എന്തിനാണ് കാറിൽ പോകുന്നത്? അമ്മായിയമ്മയെ കാണാൻ സല്ലപിച്ചു പോവുകയാണ്. അല്ലാതെ ജാഥ നടത്തുന്ന അവകാശത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പറയുമ്പോൾ അത് MV ഗോവിന്ദൻ അടക്കം ഇരിക്കുന്ന വേദിയിലാണ്. അദ്ദേഹമൊക്കെ ഒന്ന് അസ്വസ്ഥപ്പെടുന്ന കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതികരണം അത് പാർട്ടിയുടെ മാറിയിരിക്കുന്ന പുതിയ നിലപാടിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് എന്നും CPM-ന് അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയില്ല എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ വയനാട് ജില്ലാ സമ്മേളനത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അപ്പോൾ പാർട്ടി പ്രവർത്തകരോടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പിന്തുണയിലാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? മുസ്ലിം വർഗീയ വോട്ടുകളുടെ പിന്തുണ ഇല്ലെങ്കിൽ, പ്രത്യേകം ആ വരിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത്? 3,64,422 വോട്ട് നേടി വയനാട്ടിൽ ജയിച്ച രാഹുൽ ഗാന്ധി ഈ വർഗീയ വോട്ടിൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ എത്തുമായിരുന്നില്ല എന്ന് പറഞ്ഞെന്ന് ആരായിരുന്നു? BJP ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. BJP ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമിത്ഷാ അവിടെ ആവർത്തിച്ച് ദേശീയ തലത്തിൽ പറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്. ഇനി പ്രിയങ്കയ്ക്ക് ആരൊക്കെയാണ് ഓരോ ഘോഷയാത്രയിലും മുന്നിലും പിന്നിലും നിൽക്കുന്നത്? അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശമായ ഘടകങ്ങൾ വരെ ഉണ്ടായില്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ വയനാട്ടിലെ വോട്ടർമാരെ അപമാനിക്കലാണ്. അപ്പോൾ ഇത് അദ്ദേഹം പറയുമ്പോൾ ഇപ്പോൾ CPM നേതൃത്വം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. കാരണം ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ തന്നെ അപകടകരമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്നും ഇവിടെ ന്യൂനപക്ഷ വർഗീയത വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നെന്നും രണ്ടും നാണയത്തിൻ്റെ ഒരേ വശങ്ങളാണോ എന്നും CPM ആവർത്തിച്ച് പറയുമ്പോൾ ഒരു വല്ലാത്ത തരം ഒരു ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിൽ CPM-ലെ ചില നേതാക്കൾ പ്രതികരിക്കുമ്പോൾ എന്താണ് മെക്സവനുമായി ബന്ധപ്പെട്ട് P. മോഹനൻ പറഞ്ഞു വെച്ചത്? ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറി. പിന്നീട് അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നത് മെക്സവനുമായി ബന്ധപ്പെട്ട CPM-ന് ആകെ അങ്ങനെ ഒരു നിലപാടില്ലാത്തത് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണം അവിടെ നടത്തുന്നു. അതിൽ മാത്രം CPM ഒരു തിരുത്തം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ന്യൂനപക്ഷ വർഗീയത വേരോടുകയാണെന്ന് പറയുന്നു. പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ അവിടെയും SDP-യുടെ വോട്ടിലാണ് ജയിച്ചതെന്ന് പറയുന്നു. നോക്കൂ, രാജ്യത്താകെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം എത്ര ശതമാനമുണ്ട്? ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ ഈ ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളമുണ്ട്, എത്ര ശതമാനമുണ്ട്, അതിൽ തന്നെ SDP എത്രയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൂടി പരിശോധിച്ചിട്ട് വേണം ഈ ആരോപണം ആവർത്തിച്ച് പറയാനുള്ളത്. അപകടകരമായ രാഷ്ട്രീയം ഇവിടെ കളിക്കുമ്പോൾ അതിൽ CPM ഇപ്പോൾ ആ നിലപാടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുക്കൾ P. മോഹൻ്റെ വാചകം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കിയാൽ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കിയാൽ ഹിന്ദുക്കൾ വേട്ടയാടി ആട്ടി ഓടിക്കപ്പെടുമെന്നൊരു വാചകം P. മോഹൻ നടത്തുകയാണ്. ഇതൊരു CPM നിലപാടാണോ? CPM ഈ ഘട്ടത്തിൽ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ പറയേണ്ട ഒരു പ്രതികരണമാണ്. അപ്പോൾ അപകടകരമായ രാഷ്ട്രീയം അവിടെ കളിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. CPM-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വോട്ട്, നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ട് തിരിച്ചു പിടിക്കാൻ ഈ പ്രതികരണങ്ങൾ സഹായിക്കുന്നുണ്ടോ? ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ സഹായിച്ചിട്ടില്ല എന്നൊരു പാഠം CPM-ന് ലഭിക്കുന്നുണ്ട്. ആ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വേണം സമ്മേളനത്തിൽ നേതാവിൻ്റെ ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ MA ബേബി മറ്റു പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. MA ബേബി തിരുവനന്തപുരത്ത് പറയുന്നത്
BJP അവിടെ വേരോടുന്നതിനെ കുറിച്ചാണ്. അതിന്റെ ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എന്തു പറയാം, എന്തു പറഞ്ഞുകൂടാ എന്ന കൃത്യമായ ജാഗ്രതയുള്ള നേതാവാണ് MA ബേബി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ജാഗ്രതയുള്ള എത്ര നേതാക്കൾ ഇപ്പോഴുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. വിജയരാഘവന്റെ ചില പ്രസ്താവനകളെ, ഈ പൊതുപ്രസംഗത്തിലെ പ്രതികരണങ്ങളെ ആ രൂപത്തിൽ കാണേണ്ടതില്ല, പ്രത്യയശാസ്ത്രപരമായി എടുക്കേണ്ടതില്ല എന്നൊക്കെ അവിടെ പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഗൗരവം അതിനോ ഏത് രൂപത്തിൽ കാണുന്നു എന്നും അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും അറിയേണ്ടതുണ്ട്. ഏതായാലും വിജയരാഘവൻ്റെ ഇത് പുതിയ നിലപാടല്ല, വർഷങ്ങളായി അദ്ദേഹം തുടരുന്ന നിലപാടാണ്. ആദ്യം പാർട്ടി അദ്ദേഹത്തെ തിരുത്തിയിരുന്നു, പക്ഷേ ഇന്ന് പാർട്ടിക്കും ആ നിലപാടാണെന്ന് എനിക്ക് പറയാനുള്ളത്. ആ വായാടിത്തത്തെ പാർട്ടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അങ്ങനെയല്ലെങ്കിൽ മറിച്ചൊരു അതിനെ തള്ളിയുള്ള ഒരു പ്രതികരണം വരേണ്ടതാണ്. കാരണം ഇത് BJP, ഇത് വയനാടുമായി ബന്ധപ്പെട്ട് BJP ദേശീയ തലത്തിൽ പറഞ്ഞ അതേ വാചകം ഇവിടെ CPM പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ചത് പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം തിരിച്ചു ഉയരുമെന്നുള്ളതാണ്. Meet the editors.